നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദേശീയപാത വികസന പ്രവൃത്തികൾ നടക്കുന്ന ചെങ്കള മുതൽ തലപ്പാടി വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ മേൽപ്പാലവും മന്ത്രി സന്ദർശിച്ചു. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ രുചി വൈവിധ്യവുമായി കഫേ കുടുംബശ്രീ ഫുഡ് കോർട്ട്. കാലിക്കടവ് മൈതാനത്താണ് കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായത്. പാറപ്പള്ളി മക്കാം ഉറൂസിന് സമാപനമായി. സമാപന സമ്മേളനം സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി കുന്നുങ്കൈ ഉദ്ഘാടനം ചെയ്തു. തുളിച്ചേരി പുതിയ വീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. പുതിയ ഭഗവതി തെയ്യം അരങ്ങിലെത്തി. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ഭാഗവത സപ്താഹവും ഏപ്രിൽ 29 മുതൽ. ഇതിനു മുന്നോടിയായി മാതൃസമിതി ഇറക്കിയ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് നടന്നു. യാത്രയയപ്പ് യോഗവും സംഘടിപ്പിച്ചു. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ തൃക്കരിപ്പൂർ തങ്കയത്ത് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ച് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചു കയറി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് നടത്തിയ റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായി കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ് കേന്ദ്രമെന്നും മറ്റേതെങ്കിലും സംസ്ഥാനത്തോട് ഈ ക്രൂരത കേന്ദ്രം കാണിക്കുന്നുണ്ടോ എന്നും സാമ്പത്തികമായി സഹായിച്ചില്ലെങ്കിൽ കേരളം തളരുമെന്ന് കരുതിയിരുന്നവർക്ക് തെറ്റിയെന്നും ബദൽ നയം നടപ്പിലാക്കി ഈ സംസ്ഥാനം പുരോഗതി കൈവരിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിനാണ് മാറ്റം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം നേരത്തെ തന്നെ പ്രൗഢിയുള്ള ഒന്നായിരുന്നു. അതിനെയാണ് ഏത് രീതിയിൽ തകർത്തു എന്നത് 2016 നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതേപോലെ നല്ല അംഗീകാരം നേടിയ ഒന്നായിരുന്നു നമ്മുടെ ആരോഗ്യരംഗം. പക്ഷേ 2016 ആയപ്പോൾ ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള ഇല്ലാ കഥകളാണ് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഡോക്ടറില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, ആവശ്യത്തിനുള്ള മരുന്നില്ല, എല്ലാം അവിടെ ചെല്ലുന്ന രോഗികൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു. ഇങ്ങനെ അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥ. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ രാജൻ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ, ഇടതുമുന്നണി ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ, CPM സംസ്ഥാന സമിതി അംഗം CH കുഞ്ഞമ്പു MLA, ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA, മുൻ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, ജനതാദൾ പ്രസിഡന്റ് PP രാജു, സംസ്ഥാന സെക്രട്ടറി PP ദിവാകരൻ, കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, കേരള കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് രതീഷ് പുതിയപുരയിൽ, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് PV ഗോവിന്ദൻ, മുൻ ജില്ലാ പ്രസിഡന്റ് കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, സംസ്ഥാന സെക്രട്ടറി M അനന്തൻ നമ്പ്യാർ, NCP ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര, കേരള കോൺഗ്രസ് B ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് പുതിയടത്ത്, RSP ലെനിനിസ്റ്റ് ജില്ലാ സെക്രട്ടറി VK രമേശൻ,
ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സണ്ണി അരമന, INL ജില്ലാ പ്രസിഡന്റ് M ഹമീദ് ഹാജി, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VV രമേശൻ, M സുമതി, കാഞ്ഞങ്ങാട് നീലേശ്വരം നഗരസഭാ അധ്യക്ഷരായ KV സുജാത, TV ശാന്ത, പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ, CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയപാത വികസന പ്രവൃത്തികൾ നടക്കുന്ന ചെങ്കള മുതൽ തലപ്പാടി വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ മേൽപ്പാലവും മന്ത്രി സന്ദർശിച്ചു. ചില റീച്ചുകളിൽ ഉദ്ദേശിച്ചതുപോലെ വേഗതയിൽ പോകുന്നില്ല. അവിടെ ഇടപെട്ട് പരിഹരിക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലയിലും ജില്ലാ കലക്ടർമാർക്ക് പ്രത്യേക ചുമതല നൽകിക്കൊണ്ട് ഇടപെടൽ നടക്കുന്നു. ജില്ലാ കലക്ടർമാരും മറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ യോഗം വിളിക്കുന്നുണ്ട്. വേഗത വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. 2 ആഴ്ചയിലടക്കെ യോഗം നടത്തുന്നതാണെങ്കിലും എല്ലാ ആഴ്ചയിലും ഞങ്ങളതിൻ്റെ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. എത്രത്തോളം പുരോഗതിയുണ്ട്, ആ പുരോഗതി എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ പൊതുവെ മനസ്സിലാക്കി പോകുന്നുണ്ട്. പുരോഗതിയുടെ വേഗത ഉദ്ദേശിച്ചതുപോലെ ഇല്ലെങ്കിൽ അതിന് ഞങ്ങൾ അപ്പോൾ തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട്. അത് പരിഹരിക്കാൻ പറ്റും. എവിടെയൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നു അവിടെയൊക്കെ തുറന്നു കൊടുക്കാനാണ് പൊതുവെ നിശ്ചയിക്കുന്നത്. എപ്പോൾ ഇത് പൂർത്തീകരിക്കുന്നു അപ്പോൾ മുഴുവൻ കാത്തുനിന്ന് മുന്നോട്ട് പോകാതെ അപ്പോൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ രുചി വൈവിധ്യവുമായി കഫേ കുടുംബശ്രീ ഫുഡ് കോർട്ട്. കാലിക്കടവ് മൈതാനത്താണ് കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായത്. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷവും എന്റെ കേരളം പ്രദർശന വിപണന മേളയും നടക്കുന്ന കാലിക്കടവ് മൈതാനത്ത് കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായി. 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരേ സമയം 200ഓളം പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ 1,500ഓളം പേരാണ് ഉച്ചഭക്ഷണം കഴിക്കാനായി ഫുഡ് കോർട്ടിലെത്തിയത്. കരിഞ്ചീരകക്കോഴി നുറുക്കി വറുത്തത് മുതൽ അട്ടപ്പാടിയിലെ വനസുന്ദരി വരെ വിഭവങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. 8 സ്റ്റാളുകളിലായി വിവിധതരം പായസം, ജ്യൂസുകൾ, മലബാർ സ്നാക്സ്, മലബാർ ബിരിയാണി, ചിക്കൻ സുക്ക, നെയ്പത്തിരി, കരിഞ്ചീരകക്കോഴി നുറുക്കി വറുത്തത്, പാൽക്കപ്പ ബീഫ്, ചിക്കൻ കറി, ബീഫ് ഉലർത്തിയത് എന്നിവയാണ് മറ്റു വിഭവങ്ങൾ. ഫുഡ് കോർട്ടിനൊപ്പം ഉൽപ്പന്ന പ്രദർശന വിപണനമേളയും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലും കരുതലുമേകുന്ന കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനവും ഫുഡ് കോർട്ടിലെ കൌണ്ടറിന് സമീപത്തായി ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 27 വരെ നീണ്ടുനിൽക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ രുചികളുടെ വേറിട്ട മാതൃക ഒരുക്കുകയാണ് കുടുംബശ്രീ. കാലിക്കടവ് മൈതാനിയിൽ 73,923 ചതുരശ്ര അടിയുള്ള പന്തലിലെ പ്രദർശനം 27 വരെ തുടരും. ഭക്ഷ്യമേള, കുട്ടികളുടെ പാർക്ക് എന്നിവയും മേളയിലുണ്ട്. ദിവസവും വൈകിട്ട് 6 മുതൽ 10 വരെ കലാപരിപാടികൾ നടക്കും. ന്യൂസ് ബ്യൂറോ, കാലിക്കടവ്. പാറപ്പള്ളി മക്കാമുറൂസിന് സമാപനമായി. സമാപന സമ്മേളനം സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി കുന്നുങ്ങൈ ഉദ്ഘാടനം ചെയ്തു. 5 ദിവസങ്ങളിലായി നടന്ന പാറപ്പള്ളി മഖാമുറൂസിന് സമാപനമായി. സമാപന സമ്മേളനം സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി കുന്നുംകൈ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഇത് കഴിഞ്ഞാൽ നാളെ അന്നദാനവും അതുപോലെ തന്നെ രാത്രിയിലൊക്കെ മറ്റ് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പ്രേരിപ്പിക്കുന്നത് ശരിയല്ല. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ സ്വാലിഹ് വൈറ്റ് ഹൌസ് അധ്യക്ഷനായി. കൺവീനർ KM അബ്ദുൾ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. EP അബൂബക്കർ അൽ ഖാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, സംയുക്ത ജമാഅത്ത് സെക്രട്ടറിയും പാറപ്പള്ളി ജമാഅത്ത് പ്രസിഡന്റുമായ ഹാജി K അബൂബക്കർ മാസ്റ്റർ, ജമാഅത്ത് വൈസ് പ്രസിഡന്റുമാരായ MK ഹസൈനാർ, AM ബഷീർ പർക്ലായി, ഉറൂസ് കമ്മിറ്റി ട്രഷറർ മുനമ്പം മുഹമ്മദ് ഹാജി, വൈസ് ചെയർമാൻ A ഉമ്മർ, പാറപ്പള്ളി ഖത്തീബ് മുനീർ ഫൈസി ഇർഫാനി, പാറപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റുമാരായ M ഹസൈനാർ ഹാജി, TK ഗാലിദ് പാറപ്പള്ളി, ജമാഅത്ത് മുൻ ഖത്തീബ് ഹസൻ അർഷദി, TM മുനീർ, TK ഇബ്രാഹിം, CH അബ്ബാസ്, ഇബ്രാഹിം ഹാജി ഒടയഞ്ചാൽ, ഉസ്മാൻ പാറപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തുളിച്ചേരി പുതിയ വീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. പുതിയ ഭഗവതി തെയ്യം അരങ്ങിലെത്തി.
തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി പുതിയ ഭഗവതി, കുറത്തിയമ്മ, പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ആളുകളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കുവാനായി തറവാട് സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും ഭാഗവത സപ്താഹവും ഏപ്രിൽ 29 മുതൽ. ഇതിനു മുന്നോടിയായി മാതൃസമിതി ഇറക്കിയ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏപ്രിൽ 29 മുതൽ മെയ് 6 വരെയാണ് പ്രതിഷ്ഠാദിനവും ഭാഗവത സപ്താഹയജ്ഞവും നടക്കുന്നത്. ഭാഗവതാചാര്യൻ പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിലിറക്കിയ വെള്ളരി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നടന്നു. പ്രതിഷ്ഠാദിനത്തിന്റെയും ഭാഗവത സപ്താഹയജ്ഞത്തിന്റെയും ഭാഗമായി വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്ര മാതൃസമിതി ഇറക്കിയ വെള്ളരിയുടെ വിളവെടുപ്പ് നടന്നു. വിളവെടുപ്പ് മാതൃസമിതി പ്രസിഡന്റ് ജാനകിയമ്മ മധുരമ്പാടി, ക്ഷേത്രം മാനേജർ സജീവൻ കുട്ടമത്തിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. 29 മുതൽ മെയ് 6 വരെ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞവും അതോടൊപ്പം തന്നെ പ്രതിഷ്ഠാദിനത്തിൻ്റെയും വിജയകരമായ നടത്തിപ്പിനും ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനുള്ള, അന്നദാനം നൽകുന്നതിനുള്ള മുന്നോടിയായി ഇവിടുത്തെ കർമ്മനിരതരായ മാതൃസമിതിയുടെ പ്രവർത്തകന്മാർ ഒരുക്കിയ വെള്ളരിക്ക കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. നമ്മൾക്കറിയാം, സപ്താഹയജ്ഞത്തോടുകൂടി നമ്മുടെ ആധ്യാത്മിക ചൈതന്യവും അതോടൊപ്പം തന്നെ നാട്ടുനന്മയും നാട്ടുകൂട്ടത്തിൻ്റെ കൂട്ടായ്മയും ഒത്തൊരുമിച്ചുകൊണ്ട് നമുക്ക് നശിച്ചു പോകുന്ന കാർഷിക സമൃദ്ധിയുടെ, കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഈ ഒരു വിളവെടുപ്പിലൂടെ കടന്നു വരികയാണ്. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം ദാമോദരൻ വിഷ്ണുമംഗലം, ആഘോഷ കമ്മിറ്റി കൺവീനറും ട്രസ്റ്റി ബോർഡ് മെമ്പറുമായ വി നാരായണൻ വിഷ്ണുമംഗലം, പത്മനാഭൻ മണ്ണട്ട, ബാലകൃഷ്ണൻ നായർ, ഗോപി വിഷ്ണുമംഗലം, മാധവൻ നായർ, ചന്ദ്രൻ മണ്ണട്ട, മനീഷ് തുടങ്ങിയവർക്കൊപ്പം മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. വെള്ളരി വിളവെടുപ്പ് മഹോത്സവത്തിന്റെ വിളംബരമായി മാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. യാത്രയയപ്പ് യോഗവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് തോയമ്മൽ KGMOA ഹാളിലാണ് സമ്മേളനവും യാത്രയയപ്പ് യോഗവും നടന്നത്. പരിപാടി ഡോക്ടർ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ കാണാൻ എന്തോ ഒരു ഗുണം, ഒരു ലുക്ക് ഉണ്ടായില്ല അല്ലേ? നമ്മുടെ ആശുപത്രിക്കൊക്കെ ഒരു മഞ്ഞ നിറവും അതുപോലെ ഒരു ഇംപ്രഷൻ കുറവായിരുന്നു അല്ലേ? അതുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രി, പ്രത്യേകിച്ച് പ്രസവത്തിൽ നടന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രിയിലാണ് പ്രസവിച്ചതെന്ന് പറയുമ്പോൾ ഒരു വോൾട്ടേജ് ഇല്ലാണ്ടാണ് പറയുന്നത്. ഒന്നും വേണ്ട, ദാരിദ്ര്യം അതുകൊണ്ട് അവിടെ പ്രസവിച്ചത്. പ്രൈവറ്റിലാകണമെന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ആശുപത്രി ഇപ്പൊ കണ്ണൂരൊക്കെ ആകുമ്പോൾ ആസ്റ്റർ മിംസിൽ പ്രസവിച്ചു. അപ്പം ഭയങ്കര എന്തോ ഒരു 100 വാട്ട് പവറിലാണ് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് K ഷാജി അധ്യക്ഷത വഹിച്ചു. K വിനോദ് കുമാർ, P വിനോദ് കുമാർ, K രതീശൻ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം S വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാ ഗോപാൽ അധ്യക്ഷത വഹിച്ചു. VS ശൈലജ സംസാരിച്ചു. യാത്രയയപ്പ് സമ്മേളനം DN അനിത ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിച്ച CV അജിത, മധുസൂദനൻ നമ്പൂതിരി, P അബ്ദുള്ള എന്നിവർക്കാണ് യാത്രയയപ്പ് ഒരുക്കിയത്. ജില്ലാ സെക്രട്ടറി M ഷബാന സ്വാഗതവും MV രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കല്യോട്ട് കുട്ടികൾക്കായുള്ള അവധിക്കാല പരിപാടി സംഘടിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് അംഗം രതീഷ് രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അവധിക്കാലം വിനോദകരമാക്കാൻ സ്കൂളിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒത്തുചേർന്നു. പരിപാടിയുടെ ഉദ്ഘാടനം പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ രതീഷ് രാഘവൻ നിർവഹിച്ചു. അങ്ങനെ ആവാനാണ് സാധ്യത. സ്വാഭാവികമായും ഈ ഒരു അവധിക്കാലത്ത് മുഴുവൻ സമയവും വീടുകളിലുള്ളതുകൊണ്ട് ആ ഒരു ഫോണിൽ കളിക്കുന്നതും
അതുപോലെ തന്നെ TV കാണുന്ന പ്രവണതയൊക്കെ കൂടാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കുട്ടികളെ അത്തരത്തിലുള്ള ഒരു വാസനയിൽ നിന്നും ഈ ഒരു സമയത്ത് ഈ 2 മാസം കുറച്ചുകൂടി നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അത്രത്തേക്കുള്ള പഠനഭാരമോ മറ്റോ കാര്യങ്ങളില്ലാതെ അവരുടെ കളിയും ചിരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠനം എന്ന രീതിയിൽ പോകാനാണ് ഈ 2 മാസം നമുക്ക് പോകേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. PTA പ്രസിഡന്റ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ചിത്ര M സ്വാഗതം പറഞ്ഞു. കരുതലും കരുത്തും നല്ല നാളേക്കായി എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും കാസർഗോഡ് ഡയറ്റ് ഫാക്കൽറ്റി നാരായണൻ EV ക്ലാസ് നൽകി. UP വിഭാഗം കുട്ടികൾക്ക് ഗണിതം രസകരമാക്കാൻ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഉല്ലാസ ഗണിതം പരിപാടി സംഘടിപ്പിച്ചു. 3-4 ക്ലാസ്സിലെ കുട്ടികൾക്കായി ബേക്കൽ BRC പ്രവൃത്തി പരിചയ അധ്യാപകരുടെ നേതൃത്വത്തിൽ പേപ്പർ ക്രാഫ്റ്റ് പരിശീലനം നൽകി. ഉദ്ഘാടന ചടങ്ങിന് മദർ PTA പ്രസിഡന്റ് പ്രിയങ്ക വേണുനാഥൻ, SMC ചെയർമാൻ സജു ജോസ്, PTA എക്സിക്യൂട്ടീവ് അംഗം സിജോ കുറ്റാനിക്കാൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ശുഭ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്കൂളിൽ അനുവദിച്ച RO പ്ലാന്റിന്റെ ഉദ്ഘാടനവും നടന്നു. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരുക്കിയിരുന്നു. 2 ആഴ്ചക്കാലം നീണ്ടുനിൽക്കുന്നതാണ് അവധിക്കാല വിനോദ പരിപാടി. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. കൂളിയങ്കാൽ നൂറുൽ ഇസ്ലാം മദ്രസയിലെ സമസ്ത പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു. രക്ഷാകർതൃ സംഗമവും നടത്തി. കുളിയങ്കാൽ നൂറുൽ ഇസ്ലാം മദ്രസ 2024-25 സമസ്ത പൊതുപരീക്ഷയിൽ ചരിത്ര വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു. രക്ഷാകർതൃ സംഗമവും നടത്തി. ഗുലാം മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. മാത്രമേ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കാലത്ത് നമുക്ക് ഒരു നല്ലൊരാളാകുന്നില്ലെങ്കിൽ ഒരു മോശമല്ലാത്ത ഒരാളായിട്ടെങ്കിലും വളരണം. ഇപ്പൊ ഈ അവസ്ഥ വളരെ മോശമായ കാലം വളരെ മോശമായി കൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ മക്കളെ ശരിയായ രീതിയിലേക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നാം മതവിദ്യാഭ്യാസം നൽകിയേ പറ്റുള്ളൂ. 2 വിദ്യാഭ്യാസവും നമുക്ക് പ്രാധാന്യമാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിൽ നമ്മൾ വെള്ളമുണ്ടാകാൻ വേണ്ടി H2O 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാലാണ് വെള്ളമുണ്ടാവുക എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ദാഹിച്ച് പറഞ്ഞവന് വെള്ളം കൊടുക്കണം എന്ന് പറയണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു ചിന്താഗതി, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ചിന്താഗതി, കുട്ടികളിൽ ദയ, ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ അത് മതവിദ്യാഭ്യാസത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ജമാഅത്ത് പ്രസിഡന്റ് T അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. അൽ അമീൻ അസദി, നാസർ മൗലവി, സുഹൈൽ അഷ്റഫി, സഫീർ അസദി, മുഹമ്മദ് സഅദി, ഗഫൂർ ഹാജി, C യാക്കൂബ്, അബ്ദുറഹ്മാൻ ബഹ്റൈൻ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി AK മുഹമ്മദ് സ്വാഗതവും ട്രഷറർ T അബ്ദുൽ ഖാദർ ഹാജി നന്ദിയും പറഞ്ഞു. കുവൈറ്റ് കമ്മിറ്റിയുടെ ക്യാഷ് അവാർഡ് കുവൈറ്റ് കമ്മിറ്റി പ്രതിനിധികളായ M അഷ്റഫ്, നൌഫൽ PV എന്നിവർ കമ്മിറ്റിക്ക് നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് എക്സ്പാട്രിയേറ്റേഴ്സ് അസോസിയേഷൻ സാൽമിയ ഹവല്ലി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സപ്തസംഗീതം സീസൺ 2 ശ്രദ്ധേയമായി. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ KA കുവൈറ്റ് സാൽമിയ ഹവല്ലി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സപ്തസംഗീതം സീസൺ 2 KA പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി CH ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുഹമ്മദ് ഹദ്ദാദ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ഖലീൽ അടൂർ, ചീഫ് പാട്രൺ അപ്സര മഹമ്മൂദ്, പ്രോഗ്രാം ചെയർമാൻ PA നാസർ, സത്താർ കുന്നിൽ, സലാം കളനാട്, അസീസ് തളങ്കര, കുവൈറ്റ് ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് കമ്പനി ജനറൽ മാനേജർ ഖാലിദ് ഷെരീഫ്, ഫിനാൻസ് മാനേജർ അഹമ്മദ് റിസ്ക്, പ്രശാന്ത്, ശ്രീനിവാസൻ, ഫൈസൽ CH, വിമൽ ശിവൻ, ജാസിർ MP എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പ്രവാസ ജീവിതത്തിൽ 40 വർഷം പൂർത്തിയാക്കിയ ഏരിയ സീനിയർ അംഗം ഖാദർ സൽവയെ ഖലീൽ അടൂർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് KIECO എക്സ്ചേഞ്ചിനുള്ള ഉപഹാരം PA നാസർ, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിനുള്ള ഉപഹാരം മുഹമ്മദ് ഹദ്ദാദ് എന്നിവർ വിതരണം ചെയ്തു. യൂസഫ് കൊതിക്കാൽ, ഫാറൂഖ് ഷർക്കി, ഖാദർ കൈതക്കാട്, കമറുദ്ദീൻ C, അസ്ലം പരപ്പ, മീഡിയ വിംഗ് അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. യാസർ കരിങ്കല്ലത്താണി പരിപാടി നിയന്ത്രിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ഹസൻ ബല്ല സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി ഫായിസ് ബേക്കൽ നന്ദിയും പറഞ്ഞു.
പരിപാടിയിൽ പ്രമുഖ ഗായകരായ റമീസ്, റിയാന റമീസ്, റോജോ കുവൈത്ത്, സാബിർ സബിക്കാസ് എന്നിവർ അവതരിപ്പിച്ച ഗാനമേളയും കുവൈത്തിലെ കലാകാരികൾ അവതരിപ്പിച്ച ജ്വാല കുവൈത്തിന്റെ കൈകൊട്ടിപ്പാട്ട്, ഭരതനാട്യം, കോൽക്കളി തുടങ്ങി നിരവധി കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാസ്കര കുമ്പളയുടെ 28ാമത് രക്തസാക്ഷി ദിനാചരണം നടന്നു. പുഷ്പാർച്ചനയും നടത്തി. ഡിവൈഎഫ്ഐ കുമ്പള ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ഭാസ്കര കുമ്പളയുടെ 28ാമത് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി കുമ്പള ശേടിക്കാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് പി പതാക ഉയർത്തി. നിരവധി പ്രവർത്തകർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ ആര് പറഞ്ഞു മരിച്ചെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, പ്രസിഡന്റ് ഷാലു മാത്യു, സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷ്, P ശിവപ്രസാദ്, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, CA സുബൈർ, KR ജയാനന്ദ, D സുബണ്ണ ആൾവ, P രഘുദേവൻ, സച്ചിൻ രാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ മന്ത്രവാദങ്ങൾക്കെതിരെ എന്ന പ്രമേയത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദ് നേതൃത്വത്തിൽ മഞ്ചേശ്വരത്ത് സംഘടിപ്പിച്ച ക്യാമ്പയിന് സമാപനം. സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന കപട ആത്മീയതയുടെ വക്താക്കളെ പിടിച്ചുകെട്ടണമെന്നും ആത്മീയ ചൂഷണങ്ങൾക്ക് അറുതി വരുത്തണമെന്നും ആവശ്യപ്പെട്ട് KNM ജില്ലാ കമ്മിറ്റി 4 മാസമായി നടത്തിവരുന്ന ക്യാമ്പയിൻ സമാപന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലവി ഉദ്ഘാടനം ചെയ്തു. ആത്മീയ ചൂഷണങ്ങൾ അനുദിനം പുരോഗമിച്ചു വരികയാണെന്നും ഇത് തടയാത്ത പക്ഷം വലിയ അപകടത്തിലേക്ക് സമൂഹത്തെ നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ആശുപത്രികൾ ഒഴിവാക്കി വീടുകൾ പ്രസവത്തിന് തിരഞ്ഞെടുക്കുന്നത് ആത്മഹത്യാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശയം വ്യക്തമാക്കുന്ന പരിശുദ്ധ ഖുർആനിലെ പ്രവാചക തിരുമേനിയുടെയും പരിശുദ്ധ ഖുർആനിൻ്റെയും ആഗമനത്തിൻ്റെ ഉദ്ദേശമെന്തെന്ന് വ്യക്തമാക്കുന്ന വചനമാണ് ഞാൻ നിങ്ങളോട് കേൾപ്പിച്ചത്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുഹമ്മദ് നബി താങ്കളെ ലോകജനതയ്ക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടിയാണ് നാം നിയോഗിച്ചിട്ടുള്ളത്. ലോകത്തെ ജനതയ്ക്ക് അനുഗ്രഹവും നന്മയും നൽകുന്നതിന് വേണ്ടിയാണ് പ്രവാചക തിരുമേനിയെയും ആ പ്രവാചക തിരുമേനി മുഖേന വിശുദ്ധ ഖുർആനെയും അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. മൊയ്തീൻ ബാവ അധ്യക്ഷത വഹിച്ചു. ഷുക്കൂർ സൊലാഹി, ഉനൈസ് പാപ്പനശ്ശേരി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KP അഹമ്മദ് വെളിച്ചം വിശദീകരണം നടത്തി. SKSM പ്രസിഡന്റ് ബഷീർ അഹമ്മദ് ഷാലിമാർ, ISM പ്രസിഡന്റ് അക്ബർ AG, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഹാരിസ് ചേരൂർ, MSM ജില്ലാ പ്രസിഡന്റ് അലി സലഫി, KNM ജില്ലാ ട്രഷറർ അബ്ദുറഹ്മാൻ അരിമല തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സൈനുദ്ദീൻ AP സ്വാഗതവും നവാസ് മദനി നന്ദിയും പറഞ്ഞു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ തൃക്കരിപ്പൂർ തങ്കയത്ത് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ച് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചുകയറി. സ്കൂട്ടറിലെയും കാറിലെയും യാത്രക്കാരായ 3 പേർക്ക് പരുക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 10:15ഓടെയാണ് അപകടം. സ്കൂട്ടർ ഓടിച്ചിരുന്ന തൃക്കരിപ്പൂർ തൈക്കീലിലെ ഗലീലിനാണ് ഗുരുതര പരിക്കേറ്റത്. അപകടം നടക്കവേ റോഡിലൂടെ വന്ന മറ്റൊരു സ്കൂട്ടറിലെ യാത്രക്കാരി കക്കുന്നം അംഗൻവാടി വർക്കർ K സന്ധ്യയ്ക്കും പരിക്കേറ്റു. ഗലീലിനെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും സന്ധ്യയെയും സഫീറിനെയും തൃക്കരിപ്പൂരിലെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങി കാറിൽ വരവെയാണ് എടച്ചാക്കൈ സ്വദേശി TK മുസ്തഫയും ഭാര്യ ആയിഷയും മകനും സഞ്ചരിച്ച കാർ തങ്കയം ആശുപത്രിക്ക് തെക്ക് ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നത്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ആവിയിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര സമിതിയുടെ 1ാം വാർഷികാഘോഷത്തിന് സമാപനമായി. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങിലെത്തി. ആവിയിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര സമിതിയുടെ 1ാം വാർഷികാഘോഷത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ 4 മണിക്ക് മഹാഗണപതി ഹോമം നടന്നു. തുടർന്ന് 7 മണിക്ക് ശ്രീ മുത്തപ്പൻ ചരിതം പ്രഭാഷണം നടന്നു. തുടർന്ന് ശ്രീമുത്തപ്പൻ മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ തിരുവാതിരയും കലാപരിപാടികളും അരങ്ങേറി.
തുടർന്ന് ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ആളുകളാണ് മുത്തപ്പൻ ദൈവത്തിന്റെ അനുഗ്രഹം തേടി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദേശീയപാത വികസന പ്രവൃത്തികൾ നടക്കുന്ന ചെങ്കള മുതൽ തലപ്പാടി വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ മേൽപ്പാലവും മന്ത്രി സന്ദർശിച്ചു. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ രുചി വൈവിധ്യവുമായി കഫേ കുടുംബശ്രീ ഫുഡ് കോർട്ട്. കാലിക്കടവ് മൈതാനത്താണ് കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായത്. പാറപ്പള്ളി മക്കാം ഉറൂസിന് സമാപനമായി. സമാപന സമ്മേളനം സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി കുന്നുങ്കൈ ഉദ്ഘാടനം ചെയ്തു. തുളിച്ചേരി പുതിയ വീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. പുതിയ ഭഗവതി തെയ്യം അരങ്ങിലെത്തി. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ഭാഗവത സപ്താഹവും ഏപ്രിൽ 29 മുതൽ. ഇതിനു മുന്നോടിയായി മാതൃസമിതി ഇറക്കിയ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് നടന്നു. യാത്രയയപ്പ് യോഗവും സംഘടിപ്പിച്ചു. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ തൃക്കരിപ്പൂർ തങ്കയത്ത് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ച് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചുകയറി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.